നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പിന്നാലെ കാവലായും കരുതലായിട്ടും അയാൾ വന്നപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു, ദേഷ്യപ്പെട്ടു. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല സുധേട്ടാ. എന്റെ സുധേട്ടന്റെ ഹൃദയമാണ് എന്നെ രക്ഷിക്കുന്നതെന്ന് ഞാൻ അറിയാതെ പോയല്ലോ. സ്വപ്നത്തിലെങ്കിലും വന്ന് എന്നോടതൊന്ന് പറഞ്ഞൂടായിരുന്നു സുധേട്ടാ. ഇനി ഞാൻ എന്ത് ചെയ്യണം സുധേട്ടാ? ഒന്ന് പറഞ്ഞെത്താ സുധേട്ടാ. മനോഹരേട്ടാ, ചായ. രണ്ടരിയുണ്ടേയും കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് വാ പാർവതി. വെറുതെ അടുക്കളയിൽ വെച്ച് പൂത്ത് കെട്ട് കളയാതെ. എന്റെ അമ്മേ, 30,000 രൂപയുടെ വെപ്പുമല്ല അമ്മയുടെ വായിക്കാതിരിക്കുന്നേ. അരിയുണ്ട തിന്നുമ്പോഴേ അതും കൂടെ നോർത്താ നല്ലത്. ഓ, അരിയുണ്ട തിന്ന് എന്റെ പല്ല് പോയാലും ഞാൻ അങ്ങ് സഹിച്ചോളാം. അതിന്റെ പേരിൽ നീ കാശൊന്നും ചെലവാക്ക. പല്ല് വേണ്ട ഇനി. അപ്പൊ കുഴപ്പമില്ല, 2 എള്ളുണ്ടെങ്കിൽ കൂടെ എടുത്ത് കൊടുക്ക് പാർവതി. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ദേവിക മോള് ദേവത ഡോക്ടറെ കാണാൻ പോയതല്ലേ? ഇവളിതെപ്പോ വന്ന് കേറി? എന്തോ പ്രശ്നമുണ്ടല്ലോ മനോഹരേട്ടാ. പ്രശ്നം കാണുമല്ലോ, അവളല്ലേ ആള്. ആശുപത്രിയിൽ എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കി കാണും. അവര് ജോലി ഇന്ന് പറഞ്ഞു വിട്ടും കാണും. നേരത്തെ അനുഭവം മുമ്പിലുണ്ടല്ലോ. അമ്മയൊന്നും മിണ്ടായിരിക്കമ്മേ. മോളെ, എന്താ മോളെ പ്രശ്നം? മോളിങ്ങനെ കരയാതെ കാര്യം പറ. അയ്യോ, കാര്യം അറിഞ്ഞാലേ ഉടനെ മനോഹരൻ പരിഹാരം ഉണ്ടാക്കും. എന്താ മോളെ, നീ പറയേ. അത് അമ്മേ, സുധേട്ടന്റെ ഹൃദയം ആരുടെ ഉള്ളില് മിടിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. അത് പറയാനാ നിരഞ്ജൻ ഡോക്ടറെ വിളിച്ചത്. ആരാ മോളെ ഇത്? എന്റെ കുഞ്ഞിന്റെ ജീവൻ ആരുടെ ഉള്ളില്? അമ്മേ, നീ പറയേ. എനിക്കറിയാം മേളെ. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പല തവണ അയാളെ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥൻ
എന്ന അയാളുടെ പേര്. ആ പിന്നെ അച്ഛൻ ഓർമ്മയുണ്ടാവും. ആ അങ്ങനെ വരട്ടെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ മനോഹര? അന്ന് ശരത് മോൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. എന്റെ അമ്മേ, ജീവിച്ചിരിപ്പില്ലാത്ത എന്റെ കുഞ്ഞിനെ കുറിച്ചാ മോള് പറയുന്നേ. ഈ ഭൂമിയിൽ അവന്റേതായി അവശേഷിക്കുന്ന ഹൃദയത്തുടിപ്പിനെ കുറിച്ച്. അതൊന്ന് പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് ശരത് മോന്റെ മഹാത്മ്യം വിളമ്പാ. മോളെ, മോളെന്താ പറയാൻ വന്നേ? അത് അച്ഛൻ അയാളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും അയാളെ അറിയാം. അന്ന് സുധേട്ടന്റെ അസ്ഥിത്തറയുടെ പൂജ നടന്നപ്പോ. ഇത് സിദ്ധാർത്ഥ്, മാർക്കണ്ഡേയന്റെ ജന്മ. മോൻ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ? അല്ല അച്ഛാ, പിന്നെ എന്നെ പല സ്ഥലത്തു നിന്നും അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഈ സിദ്ധാർത്ഥൻ. എന്താ നിനക്ക് വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ടേ. വേണ്ടത് ഏട്ടത്തിക്കല്ലേ, ഹൃദയം. സുധിയുടെ, അയ്യോ അല്ല, സുധി സാറിന്റെ ഹൃദയം. അതെ, എനിക്കത് വേണം. അതിന് നിനക്കെന്താ? അപ്പോ ഹൃദയം വെച്ചാളെ സ്വന്തമാക്കാനാണോ പ്ലാൻ? ആണെങ്കി ഇപ്പൊ നിനക്ക് എന്താടാ? നിന്നെ അങ്ങനെ ഞാൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കോടി ദേവിക. പോടാ. ഒരു ഹൃദയം, അത് മെഷീൻ. ഒരു കാറിനകത്ത് ഒരു ബാറ്ററി ഇരിക്കുന്ന പോലെ. അതും വെച്ച് ആരെങ്കിലും കണ്ടിട്ട് എന്ത് കാര്യം? നമ്മുടെ വണ്ടി വേറൊരാള് വാങ്ങി, അത്രേ ഉള്ളൂ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ കാരണം അടിച്ച് ഞാൻ പോയിക്കും. എടി ദേവികെ, നിന്റെ സുധിയേട്ടന്റെ ഹൃദയം വെച്ച ആള് അവൻ എന്റെ ശത്രുവാ. ആ ഹൃദയത്തിന്റെ മിടുക്കും ഞാൻ നിർത്തും. കാരണം എനിക്ക് നിന്നെ വേണം. അതെന്റെ പഴയ ശബ്ദമാണല്ലോ. നടക്കാത്ത ശബ്ദം. നിന്നെ തീർക്കുന്നുള്ളത് എന്റെ ശബ്ദം. അത് നടക്കുന്ന ശബ്ദം. നീ ഓടി ഒന്ന് പോടാ. മോളെ, എന്താ മോളെ? ഞാൻ അയാളെ ഒന്ന് വിളിച്ചതാ അച്ഛാ, ആ സിദ്ധാർത്ഥിനെ.
പക്ഷെ ഫോൺ എടുക്കുന്നില്ല. എന്തിനാ മോളെ ഇനി? എനിക്കൊന്ന് കാണണം അച്ഛാ. ഓ, എന്നാത്തിനാ അവന്റെ ചങ്ക് പറിച്ചു കൊടുത്തോണ്ട് വരാനോ? അല്ല മുത്തശ്ശി, ചങ്കെടുപ്പൊന്ന് കേൾക്കാനോ? പോവണ്ട മോളെ. എനിക്ക് പോണമ്മേ.